നോക്കുമ്പോൾ ലൈബ്രറിയിൽ ഞാൻ ചെല്ലുന്ന ആദ്യത്തെ ദിവസം തന്നെ ലൈബ്രറിയിൽ റാം കെയർ ഓഫ് ആനന്ദി അവിടെ ഇരിക്കുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ആ പ്രൊസീജിയറൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചിറങ്ങി വരുമ്പോൾ ഇതെടുത്തിട്ട് വായിക്കാം. തിരിച്ചു വന്നപ്പോഴത്തേനും പുസ്തകം അവിടെ കാണാനില്ല. അത് കഴിഞ്ഞ് അടുത്ത ദിവസം കിട്ടുമെന്ന് വിചാരിച്ചു, കിട്ടിയില്ല. മൂന്നാമത്തെ ദിവസമായി, നാലാമത്തെ ദിവസമായി. അപ്പോൾ ഈ റാം കെയർ ഓഫ് ആനന്ദി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ മറ്റ് സെല്ലുകളിലൊക്കെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. അപ്പോൾ എന്നോട് ഞാൻ സൂപ്രണ്ടിനോട് പറഞ്ഞു, സൂപ്രണ്ട് എനിക്കൊരു ശുപാർശയുണ്ട്, എനിക്ക് റാം കെയർ ഓഫ് ആനന്ദി എത്തിച്ചേർന്നു. അപ്പോൾ സൂപ്രണ്ടിന് വലിയ ധാരണ ഉണ്ടായിരുന്നില്ല. പുള്ളി എന്താ അന്വേഷിച്ചിട്ട് പറഞ്ഞു, ജയിലിനകത്ത് ഏറ്റവും ഡിമാൻഡുള്ള പുസ്തകമാണ് റാം കെയർ ഓഫ് ആനന്ദി, ഏറ്റവും അധികം ആളുകൾ വായിച്ചിരിക്കുന്നത് വെറുതെ ലൈബ്രറിയിൽ ഇരിക്കാറില്ല. അങ്ങനെ സൂപ്രണ്ടിന്റെ കൂടി അധികാരമൊക്കെ ഉപയോഗിച്ചിട്ട് 6ാമത്തെ ദിവസം എനിക്ക് റാം കെയർ ഓഫ് ആനന്ദി കിട്ടി. അപ്പോൾ അന്നാണ് വായിക്കുന്നത്. ഓജോ ബോർഡ് ഇന്ന് നമ്മുടെ വിഷയത്തിന്റെ അടിസ്ഥാനമായ ഓജോ ബോർഡ് വായിച്ചിരുന്നില്ല. അപ്പം കഴിഞ്ഞ ദിവസമാണ് ഓജോ ബോർഡ്. അപ്പം നിയമസഭയിലേക്ക് കന്യായിട്ട് പോയപ്പോൾ എനിക്കിങ്ങനെ പുറത്തുനിന്ന് കേട്ടിട്ടുണ്ട്, നിയമസഭയിൽ ഇരുന്നിട്ടാണ് ആളുകളൊക്കെ വായിച്ച് വലിയ ആളുകളാകുന്നത്. അപ്പോൾ ഞാനും വിചാരിച്ചു എന്നാൽ പിന്നെ വായിച്ചിട്ട് വലിയ ആളായേക്കാം എന്ന് പറഞ്ഞ് നേരെ പുസ്തകമായിട്ട് പോയി. പുസ്തകമായിട്ട് പോയപ്പോഴാണ് മനസ്സിലാക്കിയത് നിയമസഭയിൽ ഇരുന്ന് പുസ്തകം വായിക്കാൻ അനുവാദമില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഈ പുസ്തകം പിന്നെ ഇന്നലെ ട്രെയിനിൽ ഇന്നും ഒക്കെ ആയിട്ടാണ് പുസ്തകം വായിച്ച് തീർത്തത്. അപ്പം ഞാൻ അതിൻ്റെ ഒരു ഇതിലേക്ക് പോകുന്നില്ല. എനിക്ക് അതിനകത്തൊരു വലിയ സന്തോഷമുള്ളത്, ഈ പുസ്തക വായനയിൽ നിന്ന് മാറി നിന്നിരുന്നൊരു വലിയ തലമുറയെ കൃത്യമായ ഭാഷയിലൂടെ അവർ ആകർഷിക്കപ്പെടുന്നു. കാരണം ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഏറ്റവും അധികം സ്റ്റോറികളായും റീലുകളായിട്ടും ഒക്കെ മാറുന്നത് അഖിലിന്റെ പുസ്തകങ്ങളിലും വാചകങ്ങളും ഡയലോഗുകളും ഒക്കെയാണ്. അപ്പൊ അങ്ങനെ ഞാൻ ഈ റാം കെയർ ഓഫ് ആനന്ദിയും അതുപോലെ തന്നെ ഓജോ ബോർഡും വായിച്ചതിൽ നിന്ന്, ഈ റാം കെയർ ഓഫ് ആനന്ദിയാണ് ഒരു സിനിമാറ്റിക് നോവൽ, ഒരു കംപ്ലീറ്റ് സിനിമാറ്റിക് നോവൽ എന്ന് പറഞ്ഞ് അവതരിപ്പിച്ചതെങ്കിലും ആ സിനിമാറ്റിക് നോവൽ ഒറ്റൊന്നും തന്നെ കുറവ് ഓജോ ബോർഡിലും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ ഇതിലിപ്പോ ഓജോ ബോർഡ് തുടങ്ങുന്ന തന്നെ, നീതു ഞാനിവിടെ പാർക്കിന്റെ വടക്ക് ഭാഗത്തെ ബെഞ്ചിലുണ്ടാകും, നീ വന്നിട്ട് നിന്നോട് പറയാനുള്ളത് മുഴുവൻ പറഞ്ഞു തീർത്തിട്ട് ഞാൻ തിരിച്ചു പോകും എന്ന് പറയുന്ന ബിനോയുടെ ഒരു വാചകത്തിൽ തുടങ്ങുന്ന ഈ പുസ്തകം. അപ്പൊ നമ്മൾ വിചാരിക്കുന്ന എന്തോ ഒരു പ്രണയവുമായി ബന്ധപ്പെട്ട എന്തോ ഒരു കാര്യം ആണ് ഈ പുസ്തകം ചർച്ച ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ട് പിന്നീട് അതിൽ നിന്നൊന്നും ഒരു ബന്ധവുമില്ലാത്ത പല പല തലങ്ങളിലേക്ക് ഈ പുസ്തകത്തെ കൊണ്ടുപോവുകയാണ്. അപ്പൊ എങ്ങനെയാണ് ഒരു പുതിയ കാലഘട്ടത്തിൽ ഒരു 90s കിഡ് എഴുത്തുകാരനാണ് അഖിൽ, എങ്ങനെയാണ് ഒരു എഴുത്തുകാരൻ നിലയിൽ ഇത്രയേറെ, അപ്പം 2018 സിനിമയുടെ കോറായിട്ട് കൂടിയാണ്, അപ്പൊ അതിൻ്റെ ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ അതിനു മുമ്പ് തന്നെ എഴുതിയ ഓജോ ബോർഡിൽ തൊട്ട് എങ്ങനെയാണ് കാണികളുടെ മനസ്സിലേക്ക് ഇത്രയേറെ ഫ്രെയിമുകൾ നിറയ്ക്കാൻ അഖിലിന് കഴിയുന്നത്? ഓജോ ബോർഡ് എനിക്ക് 17 വയസ്സുള്ളപ്പോൾ എഴുതിയ നോവലാണ്. +2 വെക്കേഷൻ സമയത്താണ് ഞാനത് എഴുതുന്നത്. ഇത് എഴുതി കഴിഞ്ഞ് പബ്ലിഷ് ചെയ്തപ്പോൾ 2015 അപ്പൊ ആ സമയത്ത് ഒരുപാട് പേര് വിമർശിച്ചത് ഈ ബുക്ക് 1.5 വർഷത്തേക്കൊക്കെ ഇത് ഉണ്ടാകത്തുള്ളൂ, ഓട്ടം ഉണ്ടാകത്തുള്ളൂ, അതിന് ഇത് വായിക്കപ്പെടത്തില്ലെന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പോൾ 2025 ആയപ്പോഴും ബുക്ക് വരുന്നുണ്ട്. അപ്പോൾ അതൊരു വലിയ സന്തോഷമാണ്. പക്ഷെ ഓജോ ബോർഡ് എനിക്ക് എപ്പോഴും എൻ്റെ